വളരെ സ്പെഷ്യലായ ഒരു രാജ്യമാണ്, അവിടെ പോകാൻ പറ്റും എന്ന് പറയും. എന്താണ് ഈ ഡെൻമാർക്കിന്റെ സ്പെഷ്യാലിറ്റി? പെർ ക്യാപിറ്റ ഇൻകം $70,000 ആണ് ഓൾമോസ്റ്റ് ഡെൻമാർക്കിൻ്റെ. അത്രയും ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു രാജ്യത്ത് എന്തിനു നമ്മൾ വേണ്ടാന്ന് വെക്കണം? ഒരാൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും ക്രൈം റേറ്റ് കൂടുന്നതും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എനിക്ക് റെസ്പോൺസിബിലിറ്റീസും എനിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ്. അവനവനോടുള്ളതും ചുറ്റുള്ള ആൾക്കാരോടുള്ളതും ഒക്കെ തന്നെ ഇതിൽ ഓരോന്നോരോന്ന് കുറയും തോറും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും, ക്രൈം റേറ്റ്സ് കൂടുകയും ചെയ്യും. ആവറേജ് പ്രൊഫൈൽസ് ആണെങ്കിൽ അവർ പൈസ മേടിക്കും. പക്ഷെ നല്ല പ്രൊഫൈൽസ് ആണെങ്കിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് ₹1 ചിലവില്ലാണ്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ സ്ഥലങ്ങളിലുണ്ട്. ഹായ്, നമസ്കാരം. വെൽക്കം ടു ഗ്ലോബൽ ഇൻസൈറ്റ്സ് വിത്ത് മാസ്റ്റർ കൺസൾട്ടൻറ്റ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നമ്മൾ സ്കാൻഡിനേവിയയിലേക്കാണ് പോകുന്നത്, പക്ഷേ രാജ്യം ഏതാണെന്ന് പറഞ്ഞില്ല. നമ്മൾ പോകുന്നത് ഡെൻമാർക്കിലേക്കാണ്. ഡെൻമാർക്കിൻ്റെ സാധ്യതകൾ, ഡെൻമാർക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ ശ്രീ ദിലീപ് രാധാകൃഷ്ണനുണ്ട്. വെൽക്കം. താങ്ക് യു. സ്കാൻഡിനേവിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണല്ലോ. നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ നോക്കി പഠിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും താങ്കളുടെ വീഡിയോകളിലൊക്കെ ഈ ഡെൻമാർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പ്രൊമോട്ട് ചെയ്യുന്നു, ആ വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. അത് വളരെ സ്പെഷ്യലായ ഒരു രാജ്യമാണ്, അവിടെ പോകാൻ പറ്റും എന്ന് പറയും. എന്താണ് ഈ ഡെൻമാർക്കിൻ്റെ സ്പെഷ്യാലിറ്റി? അതിന് എൻ്റെ യാത്രയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്യുന്നത് ഞാൻ ഒരു രാജ്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം ഒരു രാജ്യത്തെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് കുഴപ്പമെന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കുന്നത് ആർക്ക് പോയാലും നന്നാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരിക്കലും അങ്ങനെ ഒരു രാജ്യം ഇല്ല. മറിച്ച് നിങ്ങളുടെ ഇൻഡസ്ട്രി, നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി ഏറ്റവും നന്നായിട്ടുള്ള ഏത് രാജ്യത്താണ് അത് അവിടേക്ക് പോകാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ ഡെൻമാർക്കിൻ്റെ എടുത്തത്. ഡെൻമാർക്കിൽ ഞാൻ പോയപ്പോൾ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ. ഒരു ഫാമിൽ ജോലി ചെയ്യുന്ന ഒരു തൃശ്ശൂർക്കാരൻ പയ്യനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു ഡെൻമാർക്കിൽ. അത് വിബോർഗ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ഏരിയ കോപ്പൻഹാഗനിൽ നിന്ന് 4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് പോയിട്ടാണ് ഞാൻ പയ്യനെ കണ്ടത്. അവൻ്റെ ഒരു ദിവസത്തെ ഫാമിലെ ജോലിയുടെ മണിക്കൂർ 5 മണിക്കൂറാണ്. 1500 ഹെക്ടർ ഫാം, ഏകദേശം 1500 മേലെ പശുക്കൾ, 700 ഹെക്ടറോളം ചോളം കൃഷി, ഇതൊക്കെ മാനേജ് ചെയ്യാൻ ആകെ ഒരു 5-6 പേരിൽ ഒരാളാണ് അവൻ. അവൻ്റെ സാലറി എന്ന് പറയുന്നത് 35,000 ഡാനിഷ് ക്രോണറാണ്. അതായത് ഏകദേശം 4 ലക്ഷം രൂപയോളം വരും ഒരു മാസം നടത്തും. അപ്പോൾ അവൻ, ഞാൻ ചോദിച്ചു അപ്പോൾ ഹാപ്പിയാണ്, സാലറിയൊക്കെ കിട്ടുന്നില്ല ചോദിച്ചു. പറഞ്ഞു സാലറി കൂടുതലാണ് എന്നാണ് അവൻ തിരിച്ചു പറഞ്ഞത്. അതായത് മിനിമം. അപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു തന്നു, എനിക്ക് ആ ജോലി വേണം, അതൊന്ന് കിട്ടാൻ എന്താ ചെയ്യുക എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആ എംപ്ലോയർ ഒരു നല്ല മനസ്സുള്ള ആളായതുകൊണ്ടല്ല അത്, മറിച്ച് അത് ഡാനിഷ് ഗവൺമെൻറ്റിൻ്റെ മിനിമം വേജ് ആക്ട് പ്രകാരം 7.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഒരു ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു എംപ്ലോയിക്കും ആ എംപ്ലോയർ ഈ എമൗണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് മിനിമം. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാനത് എന്തിനാണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന വികസിത രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈ GDP ഉള്ള രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ US $25 ട്രില്യൺ, ചൈന $17 ട്രില്യൺ, അല്ലെങ്കിൽ ജപ്പാൻ $4 ട്രില്യൺ, ഇങ്ങനെ മിനിമം ഒരു $3-4 ട്രില്യൺ എക്കണോമി മാത്രമേ നമ്മുടെ കണ്ണി പിടിക്കുള്ളൂ, അവിടെ പോയാൽ മാത്രമേ നമ്മൾ നേരെയാവുള്ളൂ എന്ന് ചിന്തിക്കരുത്. മറിച്ച് ഡെൻമാർക്കിൽ 1 ട്രില്യൺ പോലും എക്കണോമി സൈസ് ഇല്ല. അവിടെ പോലും ഇത്രയും ഹൈ ആണ് മിനിമം വേജ് ആക്ട് ഉള്ളത്. അതൊരു അവയർനെസ് അല്ലേ, അതൊരു വലിയൊരു എന്താ പറയുക ഐ ഓപ്പണർ ആയിരുന്നു എനിക്ക് തോന്നുന്നത് പല കുട്ടികൾക്കും. ഇന്ന് അതിന് ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്തതല്ല, മറിച്ച് നമ്മളൊന്ന് മാറി ചിന്തിക്കാനായിട്ട് ഞാൻ ആൾക്കാരോട് പറയുകയാണ്. നമ്മൾ GDP എന്നുള്ളത് ഒരു എലമെൻ്റാണ്. അതല്ലാതെ തന്നെ വികസിതമായിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകം $70,000 ആണ് ഓൾമോസ്റ്റ് ഡെൻമാർക്കിൻ്റെ. അത്രയും ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു രാജ്യത്ത് എന്തിനു നമ്മൾ വേണ്ടാന്ന് വെക്കണം? എക്സ്പ്ലോർ ദ ഓപ്പർച്യൂണിറ്റീസ് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. നമ്മൾ നമ്മുടെ എംപ്ലോയീസിനൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ശമ്പളം കുറവാണെന്നുണ്ടെങ്കിൽ എന്താ, ജോലി സമയം ഇഷ്ടംപോലെ കൂട്ടിത്തരുന്നില്ലേ എന്ന്. അപ്പോൾ ഈ വീഡിയോ ഞാനും കണ്ടിരുന്നു. കാരണം 5 മണിക്കൂർ ജോലി, അതിന് ഇത്ര വലിയ പ്രതിഫലം. അപ്പോൾ ഈ ഡെൻമാർക്കിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ടാണ് അത് പറയുന്നത്. നല്ല പ്രതിഫലം, ഏത് ജോലിക്കും 1 മണിക്കൂറിന് ഇത്ര മിനിമം വേജ് എന്ന് പറയുന്ന ഒരു ആക്ട് അവിടെയുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നത് അവിടെ വലിയ ടാക്സ് ആണെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹൈ ടാക്സസ് എന്ന് പറയുന്നത്. 2, ഡെൻമാർക്കിൽ ഒരു കാർ വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? നമ്മുടെ കാഴ്ചപ്പാടല്ലേ ശരിക്ക്. അതായത് നമുക്ക് നമ്മുടെ വീട് പണിയുന്നതിന് നമ്മൾ എത്ര രൂപ ചിലവാക്കും? നമുക്ക് 10 ലക്ഷം രൂപയാണ് ഒരു വാർഷിക വരുമാനമുള്ള നമ്മൾ മേടിക്കുന്ന 50 ലക്ഷം രൂപയുടെ കാറായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ഈക്വൽ ടു ഏറ്റവും വലിയ കാർ, ഏറ്റവും വലിയ വീട് എന്ന ആ ഒരു പാരാമീറ്ററിൽ ലൈഫിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇതില്ലാതെയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഈ ടാക്സും
ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുൻനിര നിൽക്കുന്ന രാജ്യങ്ങളല്ലേ ഡെൻമാർക്കും ഫിൻലാൻഡും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ലൈഫിനെ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവിൻ്റെ കുഴപ്പമായിരിക്കും. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ടും ആൾക്കാർ ഹാപ്പി ആവുന്നത് കൊണ്ടല്ലേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലൈഫിൽ സെറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കില്ല അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് അവരുടെ ഗവൺമെൻറ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടും ഈ പറഞ്ഞ ടാക്സൊക്കെ ഹൈ ആണെന്നൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി, അവർ അവിടെ വളരെ ഹാപ്പി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ്. ഒരു രാജ്യത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ, ജനസംഖ്യ എന്ന് പറയുന്നതും ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു ബന്ധം കാണും. ചിലപ്പോൾ വലിയ രാജ്യങ്ങളിൽ ചെറിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങൾ കാണും, ചെറിയ രാജ്യങ്ങൾ വലിയ സമ്പദ് വ്യവസ്ഥയായി വളരുന്നത് നമുക്ക് കാണാം. ജനസംഖ്യയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെൻമാർക്കിനെ പറ്റി പറയുമ്പം ആ രാജ്യത്തിൻ്റെ സൈസും ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഒരു ആനയെ നമ്മൾ പല ഭാഗത്തുനിന്ന് കണ്ട ആൾക്കാർ പറയുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മാൾട്ടയുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ ഹൈ ആണ്. ചിലപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തിയെ, യൂറോപ്പിലുള്ള ഏറ്റവും വലിയ ശക്തികളിലൊന്നായ ഫ്രാൻസിനേക്കാളും വലിയ പെർ ക്യാപിറ്റ ഇൻകം മാൾട്ടയിലുണ്ട്. പക്ഷെ മാൾട്ട എന്ന് പറയുന്ന ഒരു കൊച്ചു ഐലൻഡ് നേഷൻ അല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ ചേർത്ത് വായിച്ചാലാണ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള മൊത്തം പിക്ചർ കിട്ടുള്ളൂ. ആ രാജ്യത്തിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ, ആ രാജ്യത്തിൻ്റെ എക്കണോമിക് സൈസ്, ആ രാജ്യത്തിലെ പോപ്പുലേഷൻ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പെർ ക്യാപിറ്റ ഇൻകം, അതേപോലെ ആ രാജ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ള ടെമ്പററിയും പെർമനൻ്റ് ആയിട്ടുള്ള ഷോർട്ടേജ് ഒക്യുപ്പേഷൻ്റെ ലിസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഒപ്പം എങ്ങനെയാണ് നമ്മുടെ രാജ്യവുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അവരുടെ ഓവറോൾ ആൾക്കാരുടെ കൾച്ചർ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് ശരി ഒരു രാജ്യത്ത് പോകുന്നതിന് മുന്നേ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് നമുക്ക് ആ മൊത്തം പിക്ചർ. അപ്പോൾ ജോഗ്രഫിക്കൽ ഏരിയ നോക്കണം എന്ന് പറയണമെന്ന് വെച്ചാൽ ആൾക്കാർ പറയും ജോഗ്രഫി ഏരിയ നോക്കിയിട്ടാണോ GDP വരുന്നത് എന്ന് പറയും. ജോഗ്രഫി ഏരിയ നോക്കുന്നത് വെച്ചാൽ ഇപ്പോൾ മാൾട്ട, ന്യൂസിലാൻഡ്, അയർലാൻഡ്, അല്ലെങ്കിൽ സിംഗപ്പൂർ, മാൽഡീവ്സ്, ഏതോ ഒരു ഐലൻഡ് നേഷൻ എടുത്തോളൂ. ഐലൻഡ് നേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ, അവിടുത്തെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് കുറവായിരിക്കും. അതുകൊണ്ട് മെജോറിറ്റി സാധനങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് ഓഫ് ലിവിങ് കയറിയിരിക്കും. മാത്രമല്ല ആ രാജ്യത്തിൻ്റെ മാനുഫാക്ചറിങ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള എക്സ്പാൻഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക്ക്, ഒരു ഐലൻഡ് നേഷന് വളരാൻ പറ്റുന്ന, എക്കണോമിക് സൈസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, GDP ബിൽഡ് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് അത് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൻമാർക്കിന് അങ്ങനെ ജോഗ്രഫിക്കൽ ഏരിയ ലിമിറ്റേഷൻ ഇല്ല. ഇപ്പോൾ ന്യൂസിലാൻഡിലൊക്കെ ആകെയുള്ള ഒരു 6-7 യൂണിവേഴ്സിറ്റിയാണ്. അത് തന്നെയാണ് അയർലാൻഡിൽ. മാൾട്ടയിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റികൾ, ബാക്കിയുള്ളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പോൾ ഒരുപാട് ജോഗ്രഫിക്കൽ ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് യൂണിവേഴ്സിറ്റീസും അവിടെ ഉണ്ട്. അപ്പോൾ സദേൺ ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റി, ആർഹസ് യൂണിവേഴ്സിറ്റി, ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കോപ്പൻഹാഗൻ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ വേൾഡ് റാങ്കിങ്ങിൽ തന്നെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസാണ്. ഇതൊക്കെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതെ, ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുമ്പോൾ തന്നെ റിസർച്ചിന് അല്ലെ ഗവേഷണത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. നമുക്കറിയാം, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ലോകത്തിന് നൽകിയത് ഡെൻമാർക്കാണ്. വിൻ പവർ, ആദ്യത്തെ ഗൂഗിൾ മാപ്പ് ഡെവലപ്പ് ചെയ്തത് 2 ഡെൻമാർക്ക് സഹോദരങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ലൗഡ് സ്പീക്കർ, ബ്ലൂടൂത്ത്, ഇതൊക്കെ ഡെൻമാർക്കിൻ്റെ സംഭാവനകളിൽ പെടും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് ഏതായിരിക്കാം? ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ പറഞ്ഞ പവർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്, ഇത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ പവർ ഗ്രിഡുകളും അതുമായി ബന്ധപ്പെട്ട വിൻഡ് എനർജി ഒരു മേജർ ഒരു സോഴ്സ് ഓഫ് ഇതാണ്, അവരുടെ ഒരു എനർജിയാണ് അവിടുത്തെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോഴ്സുകൾക്ക് നല്ല സാധ്യതയാണ്. ഫാർമ ഫണ്ടിങ് ധാരാളം വരുന്ന സ്ഥലങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ. ഈവൻ ദോ ജർമ്മനിയും നെതർലാൻഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഡെൻമാർക്കിനും സ്വീഡനിലാണ് ഏറ്റവും അധികം ഫണ്ടിങ് വരുന്നത്. ഇതൊക്കെ അവിടുത്തെ ടോപ്പായിട്ടുള്ള നല്ല രീതിയിലുള്ള നമുക്ക് സസ്റ്റൈനബിലിറ്റി, ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും ഉണ്ട് സസ്റ്റൈനബിലിറ്റി. അതുമായി ബന്ധപ്പെട്ട ഫീൽഡുകൾ പഠിക്കുന്ന റിസർച്ച് മേഖലകൾക്ക് ധാരാളം ഫണ്ടിങ് വരുന്നത്. എന്താ നമ്മുടെ നാട്ടിലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ, വിദേശത്ത് ഇൻഡസ്ട്രി ഫണ്ടിങ് വളരെ ഹൈ ആണ് പല നല്ല യൂണിവേഴ്സിറ്റീസിനും. ഇപ്പോൾ നമുക്കിവിടെ IITസിനും IIMസിനും ഇൻഡസ്ട്രി ഫണ്ടിങ് ഉണ്ട്. അതിന് കാരണം ടോപ്പ് ബ്രെയിൻസ് അവിടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസ് അവരുടെ പല പ്രോബ്ലം സോൾവിങ്ങിനും ഈ റിസർച്ച് വർക്കുകൾക്ക് ഒരു ഫണ്ടിങ് കൊടുത്തിട്ടാണ് ആശ്രയിക്കുന്നത്. ഇതുപോലത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റീസിലൊക്കെ അത്രയും ഹ്യൂജ് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇൻഡസ്ട്രി ഫണ്ടിങ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ റിസർച്ച് എന്ന് പറയുന്നത് ഒരു മേജർ അവരുടെ സോഴ്സ് ഓഫ് റവന്യൂ ആണ്, ഒരു മേജർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ഫീൽഡിലൊക്കെ ഉള്ള റിസർച്ചും മാസ്റ്റേഴ്സും ഒക്കെ തന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സാണ്. ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു ചിരി വിരിയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ചിലപ്പോൾ വൈക്കിങ്സിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ഡാനിഷ് പേസ്ട്രീസിനെ കുറിച്ച് ഓർക്കുമ്പോഴാകാം, അല്ലെങ്കിൽ അവിടുത്തെ ബൈസിക്കിൾ കൾച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോഴാകാം, ലെഗോ ബ്രിക്സ് ആകാം. എന്ത് തന്നെയായാലും ഡെൻമാർക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2017 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഒരു വാക്കുകൂടെ ആഡ് ചെയ്തു. അത് ഹൂഗ എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ഈ ഹൂഗ എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ ഒരു ലോക്കൽ കൾച്ചറായിട്ടാണ് പറയുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള
വളരെ സന്തോഷകരമായ അവരുടെ തദ്ദേശീയമായ ജീവിതം എന്ന് പറയും. അങ്ങനെ നോക്കുമ്പം ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയും അവർ വളരെ മുന്നിലാണ്. ഈ ഡെൻമാർക്കിലെ ജനങ്ങൾ എങ്ങനെയാണ്? നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ പണം ഉണ്ടെങ്കിലും രാത്രി പോയി സമാധാനമായി നമുക്കൊന്ന് കിടക്കാൻ പറ്റുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കും? ഹാപ്പിനെസ് ഇൻഡെക്സ് എനിക്ക് തോന്നുന്നു ഒരാൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും ക്രൈം റേറ്റ് കൂടുന്നതും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എനിക്ക് റെസ്പോൺസിബിലിറ്റീസും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ്. അവനവനോടുള്ളതും ചുറ്റുള്ള ആൾക്കാരോടുള്ളതും ഒക്കെ തന്നെ ഇതിൽ ഓരോന്നോരോന്ന് കുറയും തോറും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും, ക്രൈം റേറ്റ്സ് കൂടുകയും ചെയ്യും. ഒരു നല്ല രീതിയിലുള്ള മിനിമം വേജ് എൻഷുർ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഭരിക്കുകയും അവിടുന്ന് നമ്മുടെ അടുത്ത് മേടിക്കുന്ന ടാക്സ് കൊണ്ട് തിരിച്ച് ഒരുപാട് ബെനിഫിറ്റ്സ് തരുമ്പോൾ ഒരാൾ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള സാധ്യത കുറയല്ലേ. അപ്പോൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻനിരയിൽ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ അത് തന്നെയാണ്. ഒരു 4000 യൂറോ എത്ര ടാക്സ് മേടിച്ചു എന്ന് പറഞ്ഞാലും 53% അതിന് പോയി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 50% പോയി എന്ന് വിചാരിച്ചു 2000 യൂറോ കിട്ടുമല്ലോ. ഒരു ആവറേജ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഈ 2000 യൂറോ അവന് ടാക്സ് കൊടുക്കുമ്പോൾ അവന് കിട്ടാവുന്ന എല്ലാ ബെനിഫിറ്റുകളും കിട്ടിക്കഴിഞ്ഞു. ബാക്കി 2000 യൂറോ മതി അവന് ജീവിക്കണമെങ്കിൽ. അപ്പോൾ ഒരു സാധാരണ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് പോലും അവിടുത്തെ മിനിമം വേജ് ഇത്രയും ഹൈ ആയതുകൊണ്ട് തന്നെ ഒരു മോശമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അത് തന്നെയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻനിരയിൽ നിൽക്കുന്ന റീസൺ. ഈ ഡാനിഷ് കൾച്ചർ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ, അതായത് നമ്മൾ ചില കാര്യങ്ങൾ ഡെൻമാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബൈസിക്കിൾ കൾച്ചർ അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുന്നവരുടെ സ്കാൻഡിനേവിയയിലോട്ടോ. അപ്പോൾ അവിടെ മാത്രമല്ല, സ്വീഡനൊക്കെ അങ്ങനത്തെ അങ്ങനെയാണ്. സൈക്കിൾ പാത്ത് തന്നെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. നടക്കാനായിട്ട് വാക്ക് പാത്ത് പോലെ സൈക്കിളിനൊരു പാത്ത് ഉണ്ട് നിർത്തം അവിടെ. അതെ, ഈ കൾച്ചറിലൊക്കെ വളരെ ആകൃഷ്ടരായ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ സൈക്കിൾ ഓടിച്ചു തുടങ്ങരുത്, അവിടെ പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തവയുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. അതെന്തൊക്കെയാണ്? ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആൾക്കാരുടെ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യതയെ വളരെയധികം മാനിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ അത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വയ്ക്കും. നമ്മൾ ചുറ്റും ഒരു ആൾക്കാരുണ്ടെന്നുള്ളതും അതിനെപ്പറ്റി അവെയർ ആവുകയും, എന്നാൽ നമ്മൾ സന്തോഷിക്കാതിരിക്കുക, നമ്മൾ ബലം പിടിച്ച് എയർ പിടിച്ചിങ്ങനെ ഇരിക്കണം എന്നല്ല അതിനർത്ഥം. പക്ഷെ നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കണമെന്നും അപ്പുറത്തെ ആൾക്കാർ പല ഒരു മൂഡിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും അവരുടെ ഇമോഷൻസും കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിന് കാര്യം വരുന്നത്. പിന്നെ നമ്മുടെ ശീലമില്ല, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഇപ്പോൾ ഈ സൈക്കിൾ പാത്ത് എന്ന് പറയുമ്പോൾ അവർ പെഡസ്ട്രിയൻസിനും ഈ സൈക്ലിസ്റ്റുകാർക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അവിടെ എന്താ പറയുക, ഏറ്റവും പ്രോമിനൻസ് കാർ ഓടിക്കുന്ന ആൾക്കല്ല ഇവർക്കാണ്. അപ്പോൾ അത് എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു നല്ല കൾച്ചറിൻ്റെ ഭാഗമാണ്. ആരും പീപ്പിൻ ചെയ്യാൻ വരുന്നില്ല നമ്മുടെ ലൈഫിലേക്കും നമ്മുടെ കാര്യങ്ങളിലേക്കും. നമ്മുടെ സ്വകാര്യതയെ അതിക്രമിച്ച് കിടക്കാനായിട്ട് ഒരാളെ അനുവദിക്കുന്നില്ല. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് അതാണ് അതിൻ്റെ ബേസ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ നേരത്തെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇത് മനസ്സിൽ വെച്ചാൽ മതി. വേറെ ആളുടെ പ്രൈവസി ആണോ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണ്, നമ്മളിവിടെയൊക്കെ നടന്ന് വ്ളോഗിങ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു വ്ളോഗിങ് ചെയ്യാനായിട്ട് ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുത്ത് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ക്രൈം. അതായത് അവർക്ക് താല്പര്യമില്ലാതെ അവരുടെ ഫോട്ടോ എടുക്കാനോ വിഷ്വൽസ് എടുക്കാനോ ഒരാൾക്കും അധികാരമില്ല എന്നർത്ഥം. അത് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഇനി നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെൻമാർക്കിൽ ട്യൂഷൻ ഫീസ് എങ്ങനെയാണ്? വിദ്യാഭ്യാസം അത്രയും എക്സ്പെൻസീവ് ആണോ? നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പോ ഈ പറയുന്നത് പോലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനുള്ള സൗകര്യം അതൊക്കെ ലഭ്യമാണോ? പബ്ലിക് യൂണിവേഴ്സിറ്റീസ് കമ്പയർഡ് ടു മറ്റ് സെൻട്രൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ബാൾട്ടിക് സ്റ്റേറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി ഹയർ ആണ്. അതായത് ഒരു 8 to 10 lakhs നമുക്ക് പെർ ഇയർ നമുക്ക് കാണേണ്ടി വരും. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഒരു നല്ല മാർക്ക് മേടിച്ചിട്ടുള്ള ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. 100% ഒരു വേവർ കൊടുക്കുന്നുണ്ട്. ആ ഡെൻമാർക്ക് മാത്രമല്ല, സ്വീഡനിലുണ്ട്, ഫിൻലാൻഡ് ഉണ്ട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. ഇപ്പോൾ നോർവേയിൽ കഴിഞ്ഞ ജാനുവരിയിലാണ് ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുവരെ ഫീസ് ഉണ്ടായിരുന്നില്ല, ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോഴും നല്ല ടാലൻറ്റിനെ അവിടേക്ക് എത്തിക്കാനായിട്ട് അവർ ഈ പറഞ്ഞ സ്കോളർഷിപ്പുകൾ കൊടുത്ത് അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മൊത്തം യൂറോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൻമാർക്കും അല്ലെങ്കിൽ കൂടുതൽ പൈസ മേടിക്കുമെന്ന് പറഞ്ഞ രാജ്യങ്ങൾ നോക്കിയാൽ പോലും പൈസ കൂടുതൽ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാലും നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർ ചാർജ് ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ അവരുടെ ഒരു മെയിൻ സ്ട്രീം ഇൻകം അല്ല. എഡ്യൂക്കേഷൻ അവരിൽ നിന്ന് പൈസ വരും, പ്രൊവൈഡഡ് ആവറേജ് പ്രൊഫൈൽസ് ആണെങ്കിൽ അവർ പൈസ മേടിക്കും. പക്ഷെ നല്ല പ്രൊഫൈൽസ് ആണെങ്കിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് ₹1 ചിലവില്ലാണ്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇത്രയും നല്ല ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള ഒരു രാജ്യമാണ്, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്, പല കാര്യങ്ങളിലും നമുക്ക് മാതൃകയാക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള ഓപ്ഷനിലേക്ക് പോകുന്നില്ല? അത് അവരുടെ അറിവ് കൊണ്ടാണോ അതോ ഇത്തരം രാജ്യങ്ങളിലെ സാധ്യതകളെക്കുറിച്ചുള്ള വാർത്തകൾ വരാത്തത് കൊണ്ടാണ്? എന്തായിരിക്കും അതിനൊരു കാരണം? എനിക്ക് തോന്നുന്നു
തോന്നുന്നത് ഒരു ഫസ്റ്റ് 2 കാര്യങ്ങളുണ്ട്. ഒന്നര പറഞ്ഞ പോലെ ഒരു അവയർനെസ് ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ ഒരു മെയിൻ കാര്യമുണ്ട്. ഗ്ലോബലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏത് രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഗ്ലോബലി തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം എന്താ പഠിക്കാൻ പോകുന്നത്? MBA ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് എഞ്ചിനീയറിംഗ് മേഖലയിൽ റീറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്നുള്ള ആൾക്കാരാണ് ഷോർട്ടേജ് സ്കിൽ എല്ലായിടത്തും പറയുന്നത്. മാനേജ്മെൻറ്റ് സൈഡിലേക്കുള്ള ഷിഫ്റ്റാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ MBA ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നതുകൊണ്ടാണ് പലപ്പോഴും പല രാജ്യങ്ങളും ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ മുൻനിരയിൽ വന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനത്തെ MBA എന്ന് പറയുന്ന ഒരു സ്കിൽ ഓറിയൻറ്റഡ് അല്ല, ഈസിയറാണ് കമ്പാരിറ്റീവ്ലി ആ കോഴ്സ് നമ്മൾ ചിന്തിക്കുമ്പോൾ. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത്. ആ ആൾക്കാർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ഇവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ, എങ്കിൽ തന്നെയും ഡെൻമാർക്കോ അല്ലെങ്കിൽ സ്വീഡനോ മറ്റ് അനേക സ്ഥലങ്ങളിൽ സ്കിൽഫുൾ ആയിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസുള്ള വ്യക്തിയാണെങ്കിൽ MBA ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ആൾക്കാർ എനിക്ക് തോന്നുന്നത് എഞ്ചിനീയേഴ്സാണ് ഡെഫിനറ്റായിട്ട് ഫസ്റ്റ് പ്രിഫറൻസിൽ. എഞ്ചിനീയറിംഗ് മേഖല അല്ലെങ്കിൽ ഫാർമ മേഖല, ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഇത് ഓപ്റ്റ് ചെയ്യാം. ടിപ്പിക്കൽ MBA പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും നല്ലോണം മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രസൻസ് ഉള്ള, ഡെൻമാർക്ക് ഒരു എക്സാമ്പിൾ തന്നെയാണ്, അതുപോലത്തെ മറ്റ് എക്കണോമിക്സ് വേണം പിക്ക് ചെയ്യാൻ. കാരണം റീജിയണൽ ആയിട്ടുള്ള കമ്പനീസിൽ, റീജിയണൽ ഓപ്പറേഷൻസ് മാത്രമുള്ള കമ്പനിയിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്തായാലും ലാംഗ്വേജ് ബാരിയർ ആവും. കാരണം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു റീജിയണൽ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഒരു മിനിമം എക്കണോമിക് സൈസുള്ള രാജ്യങ്ങളിലാണെങ്കിൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യാം. അല്ലാതെയുള്ള സയൻസ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്ട്സ് ഒക്കെ തന്നെ ഇവർക്കൂടെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊരു അവയർനെസ് ഇല്ലായ്മ ഡെഫിനറ്റായിട്ട് ഒരു റീസൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഗ്ലോബൽ ഇൻസൈറ്റ്സ് വിത്ത് മാസ്റ്റർ കൺസൾട്ടൻറ്റിൻ്റെ 1 മാസത്തെ യാത്ര നമ്മളിവിടെ ഡെൻമാർക്കിലെത്തി നിർത്തുകയാണ്. ഇനിയും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള യാത്രയാണ് നമ്മൾ അടുത്ത മാസം തുടങ്ങാൻ പോകുന്നത്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അടുത്ത മാസം കാണാം.